വെറും വികൃതി മാത്രം കാട്ടുന്നവരുണ്ട്. അവര് നമ്മൾ തോളിലൊക്കെ പിടിച്ചിട്ട് ചിലപ്പോ ചെറിയ ഒരു അടിയോ അതല്ല അത് നിങ്ങൾ വലുതാണെന്ന് അറിയാം. ഇപ്പൊ നമ്മള് തൊട്ടടുത്ത ഒരു ചെറിയ കാര്യം പറയല, നമ്മുടെ സ്കൂളില് ഒരുപാട് സാധനങ്ങൾ നമ്മൾ പല ആളുകളുടെ സഹായത്തോടെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് നശിപ്പിക്കുമ്പോ നമ്മൾ ചിന്ത ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പൊ തോന്നില്ല. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ആ ചെയ്തിരുന്നത് എത്രമാത്രം മോശമായിരുന്നു എന്ന് തോന്നുന്ന ഒരു അവസരം വരും. അത് വരാതിരിക്കില്ല. അത് ചെയ്യുമ്പോ നിങ്ങളെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്കോ വല്ലെന്തെങ്കിലുമൊക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഓർത്തെടുത്ത് പറയും. ആ ഒരു സമയം വരും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ പ്രായശ്ചിത്താലും നമ്മളെ കൊണ്ട് നല്ല ഒരു കാര്യം പറയിപ്പിച്ച് നല്ല കുട്ടികളാണെന്ന് പറയിപ്പിച്ച് പോകുന്നിടത്താണ് നമ്മുടെ വിജയം. അവിടെ നിങ്ങളൊക്കെ നല്ല കുട്ടികളാവുക. നിങ്ങൾക്ക് ഈ യാത്ര 7ാം ക്ലാസ് കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, 8ാം ക്ലാസ്സിൽ ഇല്ല. അപ്പൊ നമുക്ക് 8ാം ക്ലാസ്സിൽ വരണം. 8, 9, 10 ഹൈസ്കൂളൊക്കെ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ സന്തോഷിക്കാം. ഈ യാത്ര ആപ്പില് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയാണ്. എല്ലാവരും അല്ലേ? ഇല്ല നല്ല കുട്ടികളാണ് അല്ലേ? എന്തായാലും അവരുടെ അനുഗ്രഹമാണ്. നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് പോകുമ്പോ അപ്പൊ നല്ല കുട്ടികളായി ഇനി നിങ്ങൾ അടുത്ത തുടർ പഠനത്തിന് വരണം നമ്മുടെ സ്കൂളിലേക്ക്. പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ ഓരോ പ്രോഗ്രാം നടക്കുമ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും നമ്മുടെ സ്കൂളിൽ വേണം. വേണ്ടേ? ബാച്ചാണ് അല്ലേ? ആരും കച്ചറൊന്നും കാണിച്ചിട്ടില്ലല്ലോ അല്ലേ? കൂട്ടുകൂടണം. നല്ല കുട്ടികളായി വരുള്ളൂ. നമ്മളെ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വർഷത്തെ 7ാം നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹപാഠികളുടെ ഇടയിൽ വെച്ചുകൊണ്ട് കേക്ക് മുറിച്ച് നല്ല ഐസ്ക്രീം നുണഞ്ഞ് ക്ലാസ്സിലെയും 4-5 ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. 5 ക്ലാസ്സുകൾ. ഈ 5 ക്ലാസ്സുകളിലെയും കുട്ടികളെ ഒന്നിച്ചിരുന്ന പരിപാടികൾ അത് ഒരൊറ്റ വേദിയിൽ വെച്ചുകൊണ്ട് നടത്തുക. നിന്ന് 1-2 കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങള് വർത്തമാനം പറയണമെന്നുണ്ടോ? നിങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നത് നിങ്ങളെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂട്ടത്തിൽ കൂടിയിട്ട് എന്തും പറയാം, ആളാകാം. പക്ഷേ ഒറ്റയ്ക്ക് പറയാൻ കഴിയുമോ നമ്മുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നതും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതും എന്നത് ശരി തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഈ വിദ്യാലയത്തെ കുറിച്ചും ഇവിടെയുള്ള അനുഭവങ്ങളെ കുറിച്ചും അപ്പൊ ഏതായാലും ഇന്നത്തെ താരങ്ങൾ നിങ്ങളാണ്. എന്തെങ്കിലും ഒരു ശേഷിപ്പ് ഫിസിക്കലായിട്ട് ഇവിടെ കാണണം. ഇത് 2025-26 ബാച്ചാണെന്ന് മനഃപൂർവ്വമല്ല. പക്ഷെ നിങ്ങൾ ഇവിടെ പണിയിറങ്ങുമ്പോ ഇത് നിങ്ങളുടെ സ്വന്തം നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു വിദ്യാലയമാണ്. അങ്ങനെ ആക്കി തീർത്തത് നിങ്ങളൊക്കെ തന്നെയാണ്. ഉപകാരപ്പെടുന്ന നല്ല മക്കളായി
ബെല്ലടിച്ചു മക്കളെ, ബെല്ലടിച്ചു. ഓക്കെ, അടിപൊളി അടിപൊളി. നമ്മൾക്ക് കൂടി ടീച്ചർ, മിഷ ടീച്ചർ, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. മക്കളെ. അപ്പൊ പരീക്ഷയുടെ ബെല്ലടിക്കാൻ 2 മിനിറ്റ് കൂടിയുള്ളൂ. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഇനി മനോഹരമായി സയൻസ് പരീക്ഷ പോയിട്ട് എഴുതാം നമുക്ക്. ഓക്കെ.